BMW ഒരു റയർ പീസാണിത്. 525D അല്ലേ? 520 കൊണ്ട് 530 കാണും. കുറവായിരിക്കും കാണാൻ. ഒരുപാട് പ്രത്യേകതയുള്ള വണ്ടിയാണ്. അപ്പൊ ഇത് പറഞ്ഞാൽ 525 2014 വരുന്നത്. അല്ല മലപ്പുറം വിട്ടോ അല്ല രണ്ടും ഉണ്ടോ? അല്ലല്ല രണ്ടും. അവിടെ നമ്മള് മെയിൻ അപ്പൊ അവിടെ വിടുന്നില്ല, അവിടെയുണ്ട് ഇവിടെയുണ്ട്. ഓഫ് ബെൻസ് ആണ്. അതായത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പലരും കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു റൗണ്ട് ലൈറ്റ് ബെൻസ് ഉണ്ടോ ഒരുപാട് കാലമായിട്ട് ചോദിക്കും. നമ്മുടെ ഒരുപാട് കുറെ കാലമായി വരാത്തല്ലേ റൗണ്ട് ലൈറ്റ് അങ്ങനെ. അപ്പൊ അത് തന്നെയാണ് ആദ്യം കാണിക്കുന്നത്. അടുത്തതാ ഓഡിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മള്. ഓഡിയുടെ ഒരു സ്റ്റാർട്ടിംഗ് സെഡാൻ കാർ അല്ലേ? ഓഡി A3 ആണ് ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സ്റ്റാർട്ടിംഗ് സെഡാൻ അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 ആണ്. അപ്പൊ ഡെയിലി യൂസിന് പറ്റിയ ഒരു പ്രീമിയം വാഹനമാണ് ഇത്. ഓട്ടോ എത്രയാ? ഇത് 89,000 സർവീസ് റെക്കോർഡൊക്കെ ഉണ്ട്. മോഡൽ 15 2015. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ റാസി കാസ്? എവിടെയെങ്കിലും കേട്ടൊരു ഓർമ്മ ഉണ്ടോ? മലപ്പുറം വള്ളോപ്പുറത്തുള്ള റാസി കാസ് ദാ ഇപ്പം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അജ്മൽ ഭായിൻ്റെ റാസി കാസ്. ദാ കൂടുതൽ വിശേഷങ്ങൾക്ക് നമുക്ക് അജ്മൽ ഭായിനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. താങ്ക് യു. അപ്പോൾ എത്ര ഈ ഷോറൂം തുടങ്ങിയിട്ട് ഇപ്പോൾ? ഇവിടെ ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ. ഓക്കെ. എന്താ തിരുവനന്തപുരത്ത് എത്തിപ്പെടാൻ കാരണം? മലപ്പുറത്ത് മെയിൻ നമ്മുടെ കസ്റ്റമേഴ്സ് ഈ ഭാഗത്തു നിന്നുള്ള നമ്മൾ അന്നേ പറയാറുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ അവരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഭാഗത്തുനിന്ന് തുടങ്ങണം. അപ്പൊ ഇത് ലൊക്കേഷൻ വരുന്നത് ബാലരാമപുരം. ബാലരാമപുരം കറക്റ്റ് എവിടെയായിട്ട് വരുന്നത്? ബാലരാമപുരം ടൗണിന് എത്തുന്നതിന്റെ തൊട്ട് ഇപ്പുറത്താണ്. ഇതിൽ പല വഴികളുണ്ട് ഇങ്ങോട്ട് തന്നെ. കൺഫ്യൂഷൻ ആണ്. പക്ഷേ ലൊക്കേഷൻ വരാ ഇത് ഐത്തിയൂർ. ഫ്രണ്ടിൽ വലിയൊരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഫേമസ് ആയിട്ടുള്ള. അതിന്റെ തൊട്ടടുത്തൂടെ ഒരു വഴിയുണ്ട്. 1.5 കിലോമീറ്റർ. ഐത്തിയൂർ. അവിടെ മെയിൻ റോഡിൽ തന്നെ ഒരു ചേർച്ച് ഉണ്ട്. അതിന്റെ സൈഡ് കൂട്ടുള്ള റോഡാണ്. എങ്ങനെയുണ്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയാണല്ലോ? 1-2 വണ്ടി സെയിലായിട്ടുണ്ട്. ഇപ്പൊ തന്നെ പോയി. അല്ല മലപ്പുറം വിട്ടോ അല്ല രണ്ടും ഉണ്ടോ? അല്ലല്ല രണ്ടും. അവിടെ നമ്മള് മെയിൻ ഓക്കെ. അപ്പോൾ അവിടെ വിടുന്നില്ല, അവിടെയുണ്ട് ഇവിടെയുണ്ട്. തിരുവനന്തപുരം ബാലരാമപുരം ലൊക്കേഷൻ. അപ്പോൾ ഈ സൗത്തിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ സുഖം ഇങ്ങോട്ടാണ്. എറണാകുളം കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള കൂടുതൽ സുഖം ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. അവിടെയുള്ള സ്റ്റോക്കിന് വെറൈറ്റി സ്റ്റോക്ക് തന്നെയാണോ അതോ? അതെ, നമ്മൾ മെയിൻ ആയിട്ട് വണ്ടികൾ തന്നെ. മെർസിഡീസ്, BMW, ഓടി, പിന്നെ കുറച്ച് ഹോണ്ട വണ്ടികൾ. ഇതാണ് നമ്മൾ മെയിൻ. ഓക്കെ. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ തിരുവനന്തപുരത്തെ കാറിന്റെ വിശേഷങ്ങൾ കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ആദ്യം തന്നെ ഒരു അടിപൊളി ഓഫ് ബെൻസ് ആണ്. അതായത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പലരും കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു റൗണ്ട് ലൈറ്റ് ബെൻസ് ഉണ്ടോ ഒരുപാട് കാലമായിട്ട് ചോദിക്കും. നമ്മുടെ കുറെ കാലമായി വരാത്തല്ലേ റൗണ്ട് ലൈറ്റ് അങ്ങനെ. അപ്പൊ അത് തന്നെയാണ് ആദ്യം കാണിക്കുന്നത്. KL 10 റീ ആയി കഴിഞ്ഞ വണ്ടിയാണ് ഈ 240 അല്ലേ? 240 പെട്രോൾ സെഗ്മെന്റ് ആണ്. മെയിൻ്റെനൻസ് ആയിട്ട് വലിയ പേടിക്കണ്ടല്ലോ. അത്യാവശ്യം നമ്മളിപ്പോ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തൊന്ന് പോളിഷ് ഒക്കെ ചെയ്ത് റെഡി ആണ്. വണ്ടി നീറ്റ് ആണല്ലോ. ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആണ്. ഓക്കെ, എല്ലാം ക്ലീൻ ആണ്. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2004 ആണ്. ഈ 240 പെട്രോൾ ആണ്. V6 ആണ് വരുന്നത്. മൈലേജ് ഒരു 8 വരെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ആ ഒരു റേഞ്ചിൽ മൈലേജ് ഒക്കെ കിട്ടത്തുള്ളൂ. 6 റേഞ്ചിലാണ്. അതെ. പേപ്പേഴ്സ് ഒക്കെ ഒരു 3 വർഷം കൂടി വാലിഡിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് പെട്രോൾ ആയതുകൊണ്ട് തന്നെ റിന്യൂവൽ ഒന്നും പ്രശ്നമില്ല. ഇപ്പൊ എത്ര വരെ വാലിഡിറ്റി പറഞ്ഞേ? 3 വർഷം കൂടി ഉണ്ട്. 3 വർഷം കൂടി നിലവിൽ വാലിഡിറ്റി ഉണ്ട്. പെട്രോൾ വണ്ടിയാണ്, വലിയ പ്രശ്നമില്ല. ഓട്ടം എത്ര കാണിക്കുന്നത്? ഓട്ടം 79. ജെനുവിറ്റി പറയുന്നില്ല. ഓക്കെ. പെട്രോൾ വണ്ടി. ഇതില് ഫുൾ ഓപ്ഷൻ അല്ല അന്നത്തെ ഫുൾ ഓപ്ഷനുകൾ വരുന്ന വണ്ടിയാണ്. സൺറൂഫ് ഇല്ലാന്നുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട് ഇതില്. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്, എല്ലാ ഓപ്ഷനും വർക്കിംഗ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. പ്രീമിയം വണ്ടി എടുക്കും മെയിനായിട്ട് നോക്കേണ്ടതാണ്. ഏതെങ്കിലും പാർട്സ് വർക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് അതിന് മേലെ കോസ്റ്റ് കാട്ടി വരും. പിന്നെ ഇതിന്റെ കോസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് തരാൻ പോകുന്ന കോസ്റ്റ്, അതായത് നമ്പർ ആയി കഴിഞ്ഞ് നിങ്ങൾ ഒന്നും ചെയ്യാനില്ല, 3 വർഷത്തേക്ക് റിന്യൂവൽ പോലും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന്റെ കോസ്റ്റ് കേട്ടിട്ട് നിങ്ങളിത് വാങ്ങിച്ചിട്ട് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പൈസ നമ്മൾ എന്തായാലും നിലവില് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ വന്നുകൂടായില്ല. കാരണം പഴയ വണ്ടിയാണ്. പക്ഷെ നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും. നമ്മൾ ഫ്യൂച്ചറിലൂടെ വർക്ക്ഷോപ്പ് കൂടി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വർക്ക്ഷോപ്പ് തുടങ്ങുന്നത് ഓൾറെഡി ഉണ്ടല്ലോ അല്ലേ? ഓൾറെഡി മലപ്പുറത്ത് സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരാം. അപ്പൊ ഇതിന്റെ വിലയും കൂടെ ഒന്ന് പറഞ്ഞത്. ഇത് 299 ഫിക്സ്ഡ് ആട്ടോ. അതിൽ പിന്നെ ചോദിക്കുന്നത് ഒരാഴ്ച മുന്നേ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളൂ. 9700 ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ 299 ഫിക്സ്ഡ് ആട്ടോ. ഒന്ന് ചോദിക്കരുത്. ഫിക്സ്ഡ് ആണ്. ഫൈനൽ റേറ്റ് ആണ് 299 ഈ 240. ഇനിയും 3 വർഷം പേപ്പറുള്ള 2004 മോഡൽ ഈ 240 പെട്രോൾ ബെൻസ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ നീറ്റ് വണ്ടി. ഓക്കെ. അപ്പൊ പറഞ്ഞ് ശ്രദ്ധിക്കുക. വില കുറവാന്ന് വിചാരിച്ചിട്ട് കയറി എടുക്കുമ്പോൾ മെയിൻ്റെനൻസും കൂടി മനസ്സിൽ കാണും. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഹോണ്ട അക്കോർഡ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു 3 അക്കോർഡ് അങ്ങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പോയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും ആൾക്കാരുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത.
KL 84 റീ ആയി കഴിഞ്ഞു മലപ്പുറം കൊണ്ടോട്ട് രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2010 ഹോണ്ട അക്കോർഡ്. ഇപ്പോൾ പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് 5 വർഷത്തെ ഫുൾ പേപ്പർ 2030 വരെ പുതിയതാണ്, ഒന്നും നോക്കാൻ. ഡിസംബർ വരെ 10 മോഡലാണ്, അപ്പോൾ റെഡിയാണ്. അതെ, കറക്റ്റ് ആയിട്ട്. പിന്നെ പുതിയ ഇൻഷുറൻസ് ഉണ്ട്, 1 മാസം മുന്നേ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളൂ. അതൊക്കെ എല്ലാം നീറ്റാണ്. നമ്മൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പുതിയത് ചെയ്തതാണ്, റൂഫിന്റെ ഇത് മാറ്റി ചെയ്തതാണ്. എല്ലാം അത്യാവശ്യം വേണ്ട ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് അന്നത്തെ മിഡിൽ ഓപ്ഷൻ ഇത് അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ല, ഫുള്ള് V6 വരുന്നുണ്ട്. ഇത് 4 സിലിണ്ടർ ആണ്. അല്ല, അന്ന് സൺറൂഫ് വരുന്നുണ്ടായിരുന്നു. സൺറൂഫ് ഇല്ല, 10 ശേഷം നമുക്ക് അടുത്ത വീഡിയോസിൽ വരാനുണ്ട് വണ്ടികൾ സൺറൂഫ് ഉള്ള വണ്ടികളുണ്ട്. ഓക്കെ, അപ്പൊ ഇത് പുതിയ പേപ്പറിൽ ഹോണ്ട അക്കോർഡ് ആണ്, ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്. അന്ന് പെട്രോളേ ഉള്ളൂ ഹോണ്ട. പിന്നെ മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. ഓട്ടോ എത്രയാ പോയത്? ഓട്ടം 92 കാണിക്കുന്നതാ. ഓട്ടോമാറ്റിക് ഒക്കെ ആയതുകൊണ്ട് റെഡി. ഓണർഷിപ്പ് ഇപ്പൊ എത്ര ഇവിടെ മാറിയ കൂട്ടി? ഓണർഷിപ്പ് 4ാമത്തെ ഓണറിൽ. 4th ഓണർ. എത്ര ചോദിക്കുന്നതിനിപ്പോ? ഇത് 3,60,000 3,60,000. 3,60,000 2030 വരെ പേപ്പറുള്ള ഹോണ്ട അക്കോർഡ് നിങ്ങൾക്ക് കൊണ്ടുപോകും. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. മൈലേജ് ഒരു 7 to 10 ആ റേഞ്ച് കാണും. ഓക്കെ, ഇതിനൊന്നും ലോൺ ചാൻസ് ഇല്ലേ അടുത്ത വണ്ടിയിൽ. അടുത്തത് ബെൻസ് ആണ്. ഈ 250 അത്യാവശ്യം ഇവിടെ ഇറങ്ങിക്കൊടുക്കുന്ന ഒരു മോഡലാണ്. നല്ല മോഡലാണ് C220. അതെ, ഈ 250 രണ്ടും നല്ല മൂവിംഗ് ആണ് അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 സെക്കൻഡ് ഓണർ വരുന്നത്. ക്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടം ജെനുവിൻ ആണ്. 1.15 ഫുൾ കമ്പനി സർവീസ്. 1.15 ഫുൾ സർവീസ് ഉണ്ട്. ഒരു ക്ലെയിം ഇല്ല അല്ലേ? ഒരു ക്ലെയിം ഒന്നുമില്ല. HR ഹരിയാന രജിസ്ട്രേഷൻ ആണ്. ഇപ്പൊ HR NOCക്ക് കുറച്ച് ഡിലേ ഉണ്ട്. കാരണം പ്രഷർ ഇപ്പൊ തന്നെ അതിന്റെ വീൽ ബേസ് ലെങ്ത് എന്തോ മാറ്റത്തില്ല. അതില് 00 ആണ് പഴയ കാലത്തെ വണ്ടികൾക്ക് മൈൻഡ് ചെയ്യാതെ അവര് ഫുള്ള് അങ്ങനെ ഇട്ട് പോകുന്നുള്ളു. ഇപ്പൊ പുതിയ പരിവാഹനിലെ നിയമം മാറ്റിയിട്ട് വീൽ ബേസ് കറക്റ്റ് ആക്കി RC പുതിയത് അടിച്ച് പിന്നെ NOCക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡിലേ വരുന്നുണ്ട്, മൊത്തത്തിൽ ഇപ്പൊ ഡിലേ വരുന്നുണ്ട്. പല ഷോറൂമാരും പല ആൾക്കാരെ എന്നെ നേരിട്ട് വിളിക്കുന്നുണ്ട്, അവർ NOC തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡിലേ ഉണ്ട്. അത് ശ്രദ്ധിക്കുക. നമ്മൾ കസ്റ്റമേഴ്സ് നമ്മൾ പറയുമ്പോൾ 1.5 മാസം പറയും. അപ്പൊ അതിന്റെ അടിയിലായിരിക്കും ചിലപ്പം വേറെ നിയമങ്ങൾ മാറുന്നത്. NOC കിട്ടാത്ത നിയമമല്ല പറഞ്ഞത്, എന്തെങ്കിലും അവർ RTO ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് കസ്റ്റമർ അതും കാത്ത് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. 1.5 മാസം എന്ന് പറഞ്ഞാൽ എണ്ണി കുത്തിരിക്കും. അല്ല, അതാണ് ഞാൻ വീഡിയോയിൽ തന്നെ കാര്യം പറഞ്ഞത്. ചെറിയ അങ്ങോട്ടും അങ്ങോട്ടും വരും, പക്ഷെ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഫുള്ള് നമ്മളെടുത്താണ്. NOC കിട്ടിയില്ലെങ്കിൽ നമ്മൾ വണ്ടി റിട്ടേൺ എടുക്കുന്ന അത്രയും ഉത്തരവാദിത്തമുള്ളത്. ഓക്കെ, അപ്പോ എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? NOC 11,90,000. 11,90,000 രൂപയ്ക്ക് 2014 ഈ 250 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് മാറാൻ എത്ര കാണ്ടി വരും? ഇത് മാറാൻ നമുക്കൊരു 14,000 2 ലക്ഷം 2 ലക്ഷം കാണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്താ പറയാ, ഇതിൽ ഫുൾ ഓപ്ഷൻ അല്ല? ഇത് ഫുൾ ഓപ്ഷൻ തന്നെ അല്ല. സൺറൂഫ് ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ഇങ്ങോട്ടേക്ക് മാറിയല്ല ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞതാവടത്തില്ല. C220D വന്നു. രണ്ടിന് ഏകദേശം മൈലേജ് എത്ര കിട്ടും? ഈ 250 ഇതിന് കുറച്ചുകൂടി കൂടുതൽ മൈലേജ് കിട്ടും. എൻ്റെ ഒരു അപ്രോക്സിമേറ്റ് 16-17 വരെ ഇതിന് കിട്ടും. 15 റേഞ്ച് ഈ 250. ഓക്കെ, ഇതേതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് C220 ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നത്. പനോരമിക് സൺറൂഫ്. 2017 ആണ്. 17 C220D. NOC എടുത്തോ എങ്ങോട്ടെങ്കിലും? ഇല്ല, UP രജിസ്ട്രേഷനിലുള്ള NOC എടുത്തെടുക്കാം. ഫുള്ള് കമ്പനി സർവീസ് ആണ്. 82,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. ഓക്കെ, പ്രോപ്പർ സർവീസ് പോയ 2017 വണ്ടി. ഒരു ക്ലെയിം ഇല്ല? ഇല്ല, ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് ഓണർഷിപ്പ് എത്ര ഉള്ള? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണറിൽ. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത് NOC? നമുക്ക് 16,85. 16,85 NOC പ്രൈസ് ആണ്. 2017 പ്രോപ്പർ സർവീസ് പോയ C220D ആണ്. ഇതിലൊക്കെ എന്ന് വെച്ചാൽ എന്താ പറയുക, ചില എനിക്കൊരു കസ്റ്റമർ റിവ്യൂ വന്നതാണ്. ഒരു വണ്ടി എടുത്തിട്ട് സൺറൂഫിൽ വെള്ളം ലീക്കേജ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അന്വേഷിച്ച് നോക്കിയപ്പോൾ അത് കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലൈൻറ്റ്. അതായത് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വരുന്ന വണ്ടികൾ അവിടെ ഈ പൊടി ശല്യം കൂടുതലാണ്. അപ്പോൾ ഇത്തരം ഗ്യാപ്പുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, പൊടി കയറി അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വരുന്ന സമയത്ത് തന്നെ നമ്മളെ ഗാരേജിൽ കയറ്റി ചെക്കപ്പ് ചെയ്യുമ്പോൾ സൺറൂഫ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യും. അതൊരു നിർബന്ധമായിട്ടുള്ള സംഗതിയാണ്. ഇല്ലെങ്കിൽ വരുന്ന സംഭവമാണ്, അതായത് സൺറൂഫിന്റെ അതിലേക്ക് വെള്ളം ഇതിപ്പോ ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങും എന്തായാലും. അപ്പൊ അതിനോടാണ് കമ്പനി ഉള്ളിലൂടെ താഴത്തേക്ക് ഒരു പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അടഞ്ഞു പോകും. ഇത് വളരെ ചെറിയ മൈനറായിട്ടുള്ള ഹോളാണത്. അപ്പോൾ അത് അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉള്ളിലൂടെ എടുത്ത് താഴോട്ട് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വരുന്ന വണ്ടികൾക്കൊക്കെ നമ്മൾ സൺറൂഫ് മാൻഡേറ്ററി ക്ലീൻ ചെയ്യും. ആദ്യത്തെ പണി അതാണ് ചെയ്യുന്നുണ്ട് അല്ലേ? അത് ചെയ്തിട്ട് കൊടുക്കുക. അത് എല്ലാ വണ്ടികൾക്കും അങ്ങനെ. നമ്മുടെ കസ്റ്റമേഴ്സ് ആയിരുന്ന അങ്ങനത്തെ റിവ്യൂ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളും ശ്രദ്ധിച്ചാൽ, കാരണം ഇത് സൺറൂഫിനൊക്കെ കോസ്റ്റ്ലിയാണ് ഇതിന്റെ റിപ്പയറിങ്ങിനൊക്കെ. അവര് ബെൻസിൽ ഡയറക്റ്റ് ചോദിച്ചപ്പോൾ 3.5 ലക്ഷം പറഞ്ഞു. പക്ഷെ പുറത്തുനിന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതെ, നമ്മൾ ചെറിയൊരു അശ്രദ്ധ മൂലം പറ്റുന്ന.
അപ്പോൾ നമ്മളെന്ത് ഇങ്ങനത്തെ വണ്ടികൾ എടുക്കുന്നവരെന്ത് ചെയ്യുക, ഒരു നോർമൽ സർവീസുകൾ നമ്മളെടുത്തിട്ട് വെക്കുന്നത്. പക്ഷേ ഇത്ര പീരീഡ് കഴിയുമ്പോൾ അവരെന്നെ ചെയ്യണം. അവരിങ്ങനെ കൊണ്ട് ടയോട്ട പോലെ അങ്ങ് എത്രയോ ഓടിക്കളഞ്ഞ ആ ഒരു വണ്ടിയല്ലേ. ഓക്കെ, അപ്പോൾ എത്രയായിരുന്നു പറഞ്ഞത്? 1680 NOC പ്രൈസ് ആണ്. മാറണമെങ്കിൽ ഒരു 3.5 കണ്ടു. 3.5 ലക്ഷം എന്തായാലും വരും. അടുത്തതാ BMW ഒരു റയർ പീസാണിത്. 525D അല്ലേ? 520 കൊണ്ട് 530 കാണും. 525 കുറവായിരിക്കും കാണാൻ. ഒരുപാട് പ്രത്യേകതയുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ 525 2014 വരുന്നത്. LCI ഷേപ്പാണ്, അതായത് പുതിയ ഷേപ്പ്. 13 വരെയാണ് ആ പഴയ ഷേപ്പ്. ഇത് പുതിയ ഷേപ്പിൽ വന്ന വണ്ടിയാണ്. ഓക്കെ, പിന്നെ സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണ്. 84,000 കറക്റ്റ് ഓട്ടം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. 14 മോഡൽ. അതെ, പെഡൽ ഷിഫ്റ്റ് വരുന്നത് ഉണ്ട്, ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്, പിന്നെ സ്ക്രീൻ വലുതാണ്, ഗൂഗിൾ മാപ്പ് നാവിഗേഷൻ ഒക്കെ വരുന്നത്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞത് 4 സിലിണ്ടർ ആണ്. പക്ഷേ സ്പെക്കൊക്കെ വരുന്നത് 530യുടെ, നമ്മൾ 530 കാണിക്കുന്നുണ്ട്, അതിന്റെ സ്പെക്കാണ്. ഇപ്പൊ ഗിയറിന്റെ ഗിയർ നോബ് ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ടൈപ്പ്, കുറച്ച് വീതി കൂടിയിട്ടുള്ള. പെഡൽ ഷിഫ്റ്റ് വരും. പിന്നെ ഇത് സ്പോർട്സ് മോഡ് 4 മോഡുകളുണ്ട്. സാധാരണ 520 ഇതിന് മോഡൽ കൂടിയതിലും 3 മോഡുകളെ വരുന്നുള്ളൂ. ഓക്കെ, ഇതിൽ 4 മോഡ് സ്പോർട്സ് പ്ലസ് പറഞ്ഞ ഡ്രൈവ് മോഡ് കൂടി ഉണ്ട്. ഒരുപാടുണ്ട് പറയാനും, വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. 2014 മോഡൽ, 83,000 കിലോമീറ്റർ. 53,000 കമ്പനി സർവീസ്. ഒരു ക്ലെയിമില്ല. മെയിൻ ക്ലാസ് മാറ്റിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യം ഗ്യാരണ്ടി കൊടുക്കാം. നമ്മളെ വണ്ടികൾ അങ്ങനത്തെ എടുക്കത്തില്ല. എത്ര ചോദിക്കുന്നത് ഇപ്പൊ NOC? ഇത് നമുക്ക് 12.70 NOC. എവിടെ NOC എടുത്തില്ലല്ലോ? ഇല്ല, 12,70,000. ഇത് മാറണമെങ്കിൽ ഒരു 2.5-3 ലക്ഷം. അല്ല, 2.5 മതിയാവും. 14 ആയതുകൊണ്ട് 2.5 മതി. 2.5 ലക്ഷം ഇങ്ങോട്ടേക്ക് മാറാൻ കാണേണ്ടി വരും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് 530D ആണ്, BMW. ഇതിനൊക്കെ പൊതുവെ എങ്ങനെ മൈലേജ് കിട്ടും? ഇതിൽ പറഞ്ഞത് 6 സിലിണ്ടർ ആണ്, സ്ട്രൈറ്റ് 6 ആണ് വരുന്നത്. നമുക്കൊരു ഡീസൽ ആയതുകൊണ്ട് 12 വരെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അത് 15-16 കിട്ടും. ഇതേതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2015 ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം. 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ്. 2025 കൂടി സർവീസ് എടുത്തിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് പോയ വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് 2015. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഓൾ ഒറിജിനലാണ്. ഒന്നും സംഭവിച്ചില്ല അല്ലേ? ഓക്കെ. പിന്നെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതയാണ്. 530 തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് 530 നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന അതിനായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ട്. സ്പെഷ്യൽ സിലിണ്ടർ ആണ്. അപ്പൊ അതിന്റെ പവർഫുൾ സിലിണ്ടർ ആണ്. പിന്നെ M Sport പറയുമ്പോൾ അത് പ്രത്യേക വേരിയന്റ് ആണ്. കാരണം ബമ്പറിന്റെ സ്പെക്ക്, സ്റ്റിയറിംഗ് വീല് പുതിയതായിരിക്കും, ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ സീറ്റിംഗിന്റെ എല്ലാം ഒറിജിനൽ അലോയ്സ്. ഓക്കെ, അങ്ങനെ എല്ലാവിധ സെറ്റപ്പും. നമുക്ക് 20 ലക്ഷം ഇൻഷുറൻസ് ID ഉണ്ട്. 20 ലക്ഷം ഉണ്ട്. ഓക്കെ, എത്ര ഇപ്പൊ ചോദിക്കുന്നത്? നമ്മൾ 18,10,000. 18,10 നിങ്ങൾക്ക് NOCയിൽ കൊണ്ടുപോകാം. ഇത് മാറണം എത്ര വേണ്ടി വരും? ഇത് മാറണേ നമുക്കൊരു 4 ലക്ഷം രൂപ വരെ. 4 ലക്ഷം. 2015 മോഡലാണ്. 4 ലക്ഷം മാറാൻ വേണ്ടി വരും. 18,10 മൊത്തം 22,10 കേരള നമ്പർ ആയിട്ട് നിങ്ങളെ കൈ കിട്ടും. ഒരു 530D കൈ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ RTO, നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ RTO അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് എടുത്തു കൊടുക്കാം അല്ലേ? ഓക്കെ, അടുത്ത വണ്ടി. അടുത്തതാ 520 വന്നു. 520D ആണ് BMW. ഇതെങ്ങനെ ഡീറ്റെയിൽ? 520 വെറും 520 അല്ല, 520 M Sport ആണ്. അത് വളരെ കുറച്ച് വണ്ടികളുള്ളൂ. സ്പെഷ്യൽ എഡിഷൻ വാഹനങ്ങളാണ്. M Sport ഇതിൽ പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് 10 ലക്ഷം 15 ലക്ഷം വിലയിൽ വ്യത്യാസമുണ്ട്. 520 നോർമൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നോർമൽ ആൾക്കാർ 520യിലേക്ക് നോർമലിലേക്ക് പോകും. പിന്നെ അത്രയും ഇതിനോട് പ്രൈസും കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. M Sport ആണെങ്കിൽ പ്രൈസ്, അതായത് M Sport വണ്ടിയും നോർമൽ 520യും ആ യൂസ്ഡ് കാർ മാർക്കറ്റിൽ തന്നെ ഒരു 3-3.5 ലക്ഷം രൂപേന്റെ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 ആണ്. ഓ, ഇതുവരെ കണ്ടതിൽ ഏറ്റവും കൂടിയ വണ്ടി. അതെ, ഏറ്റവും മോഡൽ. 2017 വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ തേർഡ് ഓണർ ആയിട്ടുണ്ട് വണ്ടി. തേർഡ് ഓണർഷിപ്പ് കൂടിയിട്ടുണ്ട്. പക്ഷെ അത് വലിയ പ്രശ്നമൊന്നുമല്ല. അത് അതിനുള്ള വിലക്ക് ചെറിയ വ്യത്യാസമുണ്ട് വണ്ടിയിൽ. പക്ഷെ വണ്ടി ആകെ 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എല്ലാ സർവീസ് റെക്കോർഡും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ്. ലോ കിലോമീറ്റർ ആണ്. 520 M Sport ആണ്. 520ക്ക് കുറച്ചും കൂടെ മൈലേജ് ഉണ്ടാവില്ല നേരത്തെ കണ്ടതിനേക്കാൾ? 520ക്ക് ഉണ്ടാവും. 4 സിലിണ്ടർ ആണ് ഇത് വരുന്നത്. ഒരു 16. എഞ്ചിനിൽ മാറ്റില്ല. 520ന്റെ എഞ്ചിനായിരിക്കും. പക്ഷേ സ്പെക്ക് 15-16 തന്നെ കിട്ടും അല്ലേ? കിട്ടും. 15-16 കിട്ടും. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് നമുക്ക് 16,000 കൊടുക്കാം. 16,50,000 രൂപയ്ക്ക് NOCയിൽ 2017 മോഡൽ 520D M Sport ആണ്. M Sport തന്നെ എടുത്ത് നോക്കണം. M Sport വ്യത്യാസം വരും. മാറാൻ എത്ര വേണ്ടി വരും? ഇത് മാറാൻ എന്തായാലും ഒരു 5 ലക്ഷം രൂപ എന്തായാലും വരും. 17 മോഡല് കൂടിയതുകൊണ്ട്. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും ഹോണ്ട അക്കോർഡ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2010 ആണ്. നേരത്തെ പറഞ്ഞ പോലെ പേപ്പേഴ്സ് എല്ലാം റെഡിയാണ്. പുതിയ പേപ്പർ KL 84 രജിസ്ട്രേഷൻ വരുന്നത്. 5 വർഷത്തെ 2030 വരെ
ഫുൾ പേപ്പർ അല്ലേ? എല്ലാം റെഡിയാണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ. ഓണർ അല്ല, സൺറൂഫ് ഇല്ലാത്ത. ഓക്കെ. പിന്നെ ഓട്ടോമാറ്റിക് അല്ല, ഇത് മാനുവലാണ്. മാനുവൽ വാഹനമാണ്. മാനുവലും ചോദിച്ചടക്കുന്നവരുണ്ട്. ഈ ചെറുപ്പക്കാരത്തിലാണ് കൂടുതലും മാനുവലും, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്. അങ്ങനെ എനിക്കൊരു കസ്റ്റമേഴ്സിന്റെ ഇത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കും, കാരണം ഗിയർ മാറിപ്പോകുന്ന സുഖം വേറെയാണോ? ഓക്കെ. അപ്പോൾ ക്ലെയിം ഒന്നുമില്ല? ഇല്ല, ഒറിജിനൽ മെയിൻ ക്ലാസ് വരെ റീപ്ലേസ് ഇല്ല. നല്ല നീറ്റ് വണ്ടിയാണ്. ഹോണ്ട അക്കോർഡ് പെട്രോൾ മാനുവൽ വാഹനം. എത്രയാണ് ചോദിക്കുന്നതിന് ഇപ്പോൾ? ഇത് നമുക്ക് 3,40,000. 3,40,000 രൂപ. ഇതിന്റെ മുകളിൽ നിങ്ങളൊരു പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. ഇൻഷുറൻസ് ഒക്കെ ഉണ്ടോ? എല്ലാം പുതിയ ഇൻഷുറൻസ് ആണ്. എല്ലാം ഉണ്ട്, ഒന്നും ചിലവാക്കണ്ട. 5 വർഷത്തെ പുതിയ പേപ്പറുണ്ട്. പെട്രോൾ ആണ്. ഈസി മെയിൻ്റെനൻസ് അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ 40 വിളിച്ചോളൂ. ലോണ് ചാൻസ് ഇല്ല. അടുത്ത വണ്ടി ബെൻസ് ഇ ക്ലാസ്സിൽ നമ്മൾ റൗണ്ട് ലൈറ്റ് കണ്ടു. ഇനിതാ സ്ക്വയറിലേക്ക് വരാം. അതിന് ശേഷം ഇറങ്ങിയ മോഡലാണ്. ഈ 240 220. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 ആണ്. ഡീസലാണ്. 2013 ഡീസൽ CDA ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. പിന്നെ കിലോമീറ്റർ 89,000 ജനുവിനാണോ? അത് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. സർവീസ് ഒന്നും, പിന്നെ കുറച്ച് പഴയ വണ്ടികളൊക്കെ നമ്മൾ സർവീസ് നോക്കലില്ല. പുതിയ വണ്ടിന്റെ അവസ്ഥ, വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറയാം, വണ്ടികൾ പ്രശ്നമുള്ള വണ്ടികൾ നമ്മൾ വണ്ടി ഫുള്ള് സ്കാൻ ചെയ്തൊക്കെ ഓക്കെ. ഇതിപ്പോ ചെക്ക് ചെയ്തില്ല, സോറി. എന്തായാലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. 14 മോഡല് 2013 ഈ 220 ആണ്. ഈ 220 250 ആണ് കൂടുതലും. ഈ ലാസ്റ്റ്, അതായത് 2014 പുതിയ ഷേപ്പിലേക്ക് മാറുന്നത്. അതിന്റെ തൊട്ട് മുന്നേ ഇറങ്ങിയ വണ്ടിയാണ്. അപ്പോൾ 220 കുറച്ചൊരു മൈലേജ്, ഒരു 17 വരെയൊക്കെ നമുക്ക് അത്രയും അടിപൊളി മൈലേജ് ആണ്. എല്ലാം വർക്കിംഗ് അല്ല, എല്ലാം റെഡി അല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ സ്റ്റിയറിംഗ് ന്യൂ ഷേപ്പിലാണ് വരിക. ആ പുതിയതിന്റെ, കാരണം ലാസ്റ്റ് സെഗ്മെന്റ് ആയതുകൊണ്ട് പുതിയ സെഗ്മെന്റ് കുറച്ച് കേരി ഇതിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ ഗിയർ എങ്ങനെയാ? സ്റ്റിയറിംഗ് ഗിയർ ആണ്. പെഡൽ ഷിഫ്റ്റ് വരും. സൺറൂഫ്, അതായത് ഡീസൽ ഓട്ടോമാറ്റിക്. 13 മോഡൽ വാഹനമാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 770 NOC 7,70,000 രൂപയ്ക്ക് 2013 ഈ 220D നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് മാറണമെങ്കിൽ എത്ര കാണും? ഇത് നമുക്ക് മാറാൻ ഏകദേശം ഒരു 1.5 ലക്ഷം, 1.25 ലക്ഷം അത്രയും കണ്ടാവും. ഓക്കെ. അപ്പോൾ 9-9.25 ഉള്ളിൽ ഏകദേശം ആ റേഞ്ചിൽ കേരള നമ്പർ ആയി കിട്ടും. ഇത് കേരള വണ്ടിക്ക് ഒരു 13 ലക്ഷം രൂപ ഇപ്പോൾ നിലവിൽ വില ഉണ്ടല്ലേ? ഒറിജിനൽ കേരള. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഓഡിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഓഡിയുടെ ഒരു സ്റ്റാർട്ടിംഗ് സെഡാൻ കാർ അല്ലേ? ഓഡി A3 ആണ് ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സ്റ്റാർട്ടിംഗ് സെഡാൻ അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 ആണ്. A3 S-Line ആണ്. S-Line ടോപ്പ് വേരിയന്റ് ആണ്. സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വേണം. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒറിജിനലാണ്. കമ്പനി സർവീസ് റെക്കോർഡ് എല്ലാം ഉണ്ട്. ഓക്കെ. 2016 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, ഫുള്ള് കമ്പനി സർവീസ് പോയ വാഹനമാണ്. ഒരു ക്ലെയിമില്ല. പിന്നെ A4-നേക്കാൾ കുറച്ച് വലിപ്പം കുറവുണ്ട്. നമുക്ക് സിറ്റി ഡ്രൈവ് ലേഡീസിന് നല്ല അത്യാവശ്യം നല്ല പവറാണ്. ചെറിയൊരു വലിപ്പം കുറവുണ്ട്. ക്യൂട്ട് ലുക്കാണ്. എനിക്ക് A4 പേഴ്സണലി എത്രയാണ് കൂടുതൽ എടുക്കലും എത്രയാണ് ഒരു കൂടുതൽ ഇഷ്ടമാവും. നല്ലൊരു ഫേസും കാര്യങ്ങളും എല്ലാം ക്യൂട്ട് ലുക്കാണ്. മൈലേജ് ഉണ്ടാവുമല്ലോ? മൈലേജ് നല്ല മൈലേജ്, 17-18 വരെ മൈലേജ് കിട്ടും. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് നമ്മൾ 10,90,000 NOC. ഓക്കെ. 10,90,000 2016 S-Line ഈ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു A3 നിങ്ങൾക്ക് കൊണ്ടുപോകും. ഇത് മാറണമെങ്കിൽ എത്ര കണ്ടു വരും? മാറണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2.5-3 ലക്ഷം രൂപയുടെ ഉള്ളിൽ, 3 ലക്ഷം വരെ. പിന്നെ അതിന് നമുക്ക് വേറെ ഇത് പറഞ്ഞാൽ ഇത് ഇത്തരം വണ്ടികൾക്ക് വരുന്ന ഒരു കംപ്ലൈന്റ്, ഫ്ലൈ വീലിന്റെ ഒരു കംപ്ലൈന്റ് വരും. കാരണം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ റീസെന്റ് ഒരാഴ്ച ആയിട്ടില്ല. അപ്പോൾ ഇനി എത്ര കിലോമീറ്റർ കിട്ടാൻ ചാൻസ്? അത് ഇനിയിപ്പോൾ എന്തായാലും ഒരു 10-40,000 കിലോമീറ്റർ വരെ. ഫ്ലൈ വീലിനാണ് ഇതിന് പൊതുവെ ഒരു പ്രശ്നം വരുന്നത്. ഇത് A3 ഈ ഒരു സെഗ്മെന്റിനൊക്കെ അങ്ങനെ ഫ്ലൈ വീൽ കംപ്ലൈന്റ് വരും. അപ്പോൾ നമ്മൾ തീർത്ത് നല്ല ഒറിജിനൽ പാർട്സ് ഇട്ടിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ധൈര്യത്തിൽ കസ്റ്റമർക്ക് എടുക്കാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ മെഴ്സിഡസ് ബെൻസ് ഒരു കോമ്പാക്ട് SUV എന്ന് വിളിക്കാം. മിനി SUV, ഒരു പ്രീമിയം ഹാച്ച് ബാക്കിലെ എന്തും വിളിക്കാം. ഓക്കെ. GLA 200 ആണ്. ഇതും അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു സെഗ്മെന്റ് കേരളത്തിൽ. നമ്മൾ തന്നെ 3-4 വണ്ടികൾ കഴിഞ്ഞ കുറച്ചായിട്ട് വിട്ടിട്ടുണ്ട്. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 ആണ്. ഇപ്പം ഇങ്ങോട്ട് നമ്പറായി. ഇപ്പം സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. കേരള നമ്പറായി. എവിടെയായത്? KL 84. ഓക്കെ. കൊണ്ടോട്ടി രജിസ്ട്രേഷൻ നമ്പർ ആയി കഴിഞ്ഞു. 2015 GLA 200. മൈലേജ് കിട്ടും, നല്ല മൈലേജ്. അപ്പോൾ ഹൈവേയിലൊക്കെ 20-21 വരെ കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു 19-18 വരെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ടൗണിലാണെങ്കിലും 14-15 ഒക്കെ കിട്ടും. അതിലേറെ കിട്ടും. സാധാരണ നമ്മളൊരു പെട്രോൾ വണ്ടി കൊണ്ടു നടക്കുന്നതിനേക്കാൾ മൈലേജ്. പിന്നെ ഓട്ടോമാറ്റിക് ആണ്, ബെൻസിന്റെ ഒരു വാഹനമാണ്. ഇത്ര മൈലേജ് വലിയ സംഭവം. അതെ. ഡ്രൈവിംഗ് സ്റ്റെബിലിറ്റി, പിന്നെ സേഫ്റ്റി, എല്ലാം മൈലേജും എല്ലാം കിട്ടുന്ന
ഡെയിലി യൂസിന് പറ്റിയ ഡെയിലി യൂസ്. പിന്നെ പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, ഒക്കെ കമ്പനി ഇൻബിൽഡ് ആണ് റിവേഴ്സ് ക്യാമറ എല്ലാം കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഡെയിലി യൂസിന് പറ്റിയ ഒരു പ്രീമിയം വാഹനമാണ്. ഇത് ഓട്ടോ എത്രയാണ്? ഇത് 89,000 സർവീസ് റെക്കോർഡൊക്കെ ഉണ്ട്. മോഡൽ 15 2015. ഓക്കെ, എല്ലാ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. എത്രയാണ് ചോദിക്കുന്നതിന് ഇപ്പോൾ? ഇത് നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഫൈനലാണ്, ഒരു വലിയ കുറവ് ഇരുത്താണ്, ഒരു 14,90 കൊടുക്കാം നമുക്ക്. 14,90 കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനം. ഇതിന്റെ മുകളിൽ നിങ്ങൾ ഇനി ഒന്നും ചെയ്യാനില്ല. ഇൻഷുറൻസിന്റെ അവസ്ഥ എന്താ? പുതിയ ഇൻഷുറൻസ് ഉണ്ട്, ഒന്നും ചെയ്യാനില്ല. 14,90 കൊണ്ട് 2015 മോഡൽ GLA 200. ഓക്കെ, ഡെയിലി യൂസിനൊക്കെ നോക്കുന്ന ആളുകളുടെ ഉറപ്പായിട്ട് എടുക്കും. അടുത്ത വണ്ടി, അടുത്തത് പഴയ ഷേപ്പ് C220D ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഡീസൽ 2008 മോഡലാണ്. ഇത് ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ കേരള ഫാൻസി നമ്പറാണ് 1414 ഒരു ഫാൻസി നമ്പർ. എങ്ങനെ ഒറിജിനൽ കേരള? നമുക്ക് എക്സ്ചേഞ്ചിൽ വന്നതാണ്. അതെ, നമ്മളിത് ഒരു E250 പുതിയ മോഡൽ ഏറ്റവും ആള് മാറിയതാണ്. ഇപ്പൊ പേപ്പറിന്റെ അവസ്ഥ ഇപ്പോൾ 2008, ഇനിയിപ്പോൾ 3 വർഷത്തേക്ക് കൂടി ഉണ്ടാവും. 28 വരെ, 2028 വരെ പേപ്പർ. 3 വർഷം ഇല്ല, 2 വർഷം. 2 വർഷം കൂടി. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്. ഡീസലാണ്. ഡീസൽ എന്ന് പറയുമ്പോൾ മൈലേജ് നമുക്ക് 15-16 വരെ കിട്ടും. ഡെയിലി യൂസിന് പറ്റിയ ആളാണ്. ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ് ആണ്, ഇതുവരെ മാറിയിട്ട് പോലും ഇല്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. സ്റ്റിക്കർ വരെ ഉണ്ട്. എത്ര ഓണർഷിപ്പ് ഇപ്പോൾ? ഇത് ഇപ്പോൾ മൂന്നാമത്തെ ഓണർ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മളൊരു മറ്റേ വണ്ടിനെ പോലെ 299 പറഞ്ഞ പോലെ ഒരു ഫിക്സ്ഡ് റേറ്റ് ആണ്. ഇത് 495. 4,95,000 രൂപയ്ക്ക് 2008 മോഡൽ 2028 വരെ പേപ്പറുള്ള C220D ഒറിജിനൽ കേരള വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് കിട്ടൂലല്ലോ? ലോണൊന്നും കിട്ടൂല. ഓക്കെ, 4,95. പിന്നെ റീസെന്റ് നമ്മളിതിന്റെ AC കംപ്രസർ കാര്യങ്ങളൊക്കെ മാറിയതാണ്. എല്ലാം മാറി. വർക്കുകളൊന്നുമില്ല. ആ സൈഡൊന്നും നോക്കണം. 10,60,000 രൂപ വരുന്നതിന്റെ കംപ്രസറൊക്കെ മാറാൻ വേണ്ടിയിട്ട്. 95 പറഞ്ഞാലേ 495 ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. വീണ്ടും നമ്മൾ ഈ ഷേപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഈ 250 ആണ് കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനം അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽ? 2011 തേർഡ് ഓണർ വാനാണ് ഉള്ളത്. പിന്നെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒറിജിനലാണ്. ഫുൾ ഓപ്ഷൻ അല്ല? അതെ, ഫുൾ ഓപ്ഷനാണ്. ഡീസലാണ്, ഓട്ടോമാറ്റിക് സൺറൂഫ് വരുന്നത്. മൈലേജ് 14-15 മൈലേജ് കിട്ടും. ഈ 250 ഇപ്പൊ കേരള നമ്പറായി, ഒന്നും ചെയ്യാനില്ല. എത്ര ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 8,45,000 കൊടുക്കാം. 8,45. ഇതിൽ ലോൺ ചാൻസ് ഉണ്ടോ? ചാൻസ് ഇല്ല, പൊതുവെ പ്രയാസമാണ്. 8,45 കേരള നമ്പറായി. ഇനി അഡീഷണൽ ഒരു പൈസയും ചിലവാക്കണ്ട. ഇൻഷുറൻസ് ഉണ്ടോ? ഇൻഷുറൻസ് ഇപ്പൊ എക്സ്പയർ ആയിട്ട് നമ്മൾ പുതിയത് എടുത്തു കൊടുക്കും. ഓക്കെ, എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്, എല്ലാം ക്ലിയർ. അടുത്തതാ C ക്ലാസ്സിൽ ഒരു പെട്രോൾ വാഹനമാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള വണ്ടി C230 അല്ലേ? C230 2009 വാഹനമാണ്. പിന്നെ ഇത് കൊല്ലം രജിസ്ട്രേഷൻ ആണ്. KL 25 ആണ്. കൊല്ലത്ത്. അത് നമ്മൾക്ക് ഒരുപാട് മുന്നേ സെയിൽ ചെയ്തു. പുനലൂർ. അതെ, പുനലൂർ കൊല്ലം ഭാഗത്താണ്. കൊല്ലം. ഓക്കെ, അപ്പോൾ പുനലൂർ രജിസ്ട്രേഷൻ ഇങ്ങോട്ടേക്ക് മാറിയതാണ്. മാറിയതാണ്. ഇനി 2009 ആണ്. ഇനി 3-3.5 വർഷത്തോളം പേപ്പേഴ്സ് ഇവിടെയാണ്. 9 പറയുമ്പോൾ 24 എടുത്തിട്ടുണ്ടാവും. 29 വരെ നിലവിൽ പേപ്പർ ഉണ്ട്. ക്ലെയിമും കാര്യമൊന്നും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. മെയിൻ ക്ലാസ്സിന് താഴെ ചെറിയൊരു വരയുണ്ട്. പക്ഷെ അത് ഇനി വലുതാവില്ല, അത് അങ്ങനെ നിൽക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. ഒറിജിനലാണ്, ഇതുവരെ മാറ്റിയിട്ടില്ല. അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടല്ലേ? പുതിയ ഇൻഷുറൻസ് ഉണ്ട്. സൺറൂഫ് V6 എഞ്ചിനാണ്. നല്ല 6 ലിറ്റർ എഞ്ചിനാണ്. മൈലേജ് എത്ര കിട്ടും? ഒരു 10-12 ഒക്കെ കിട്ടും. 10 വരെ പ്രതീക്ഷ മതി. 10 വരെ അതിന് മേലോട്ടുണ്ടാവും. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് നമുക്ക് ഇതും പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. 4,95. 4,95,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു C230 കൊണ്ടുപോകാം. 29 വരെ നിലവിൽ പേപ്പർ ഉണ്ട്. കേരള നമ്പർ ആയി കഴിഞ്ഞു. ഇത് ഒന്നും ചെയ്യാനില്ല. 4,95 ഫൈനൽ. അടുത്ത വണ്ടിയിൽ ഹോണ്ടയുടെ 2 അക്കൗണ്ട് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ 2 സിവിക് ഉണ്ട്. ഈ ഒരു സിവിക് നമുക്ക് പരിചയപ്പെടാം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2010 ആണ്. സിവിക് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഓക്കെ, ഫുൾ ഓപ്ഷൻ അന്നത്തെ? അതെ, അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. പിന്നെ ഒരുപാട് വർഷം മുന്നേ നമ്പർ ആയതാണ്. അത് ശരി. ഓക്കെ, കുറേ ആയി. കേരള 57 അല്ലേ കൊടുവള്ളി വരുന്നത്? 57 കൊടുവള്ളി. ഫാൻസി നമ്പർ 2000. ഫാൻസി നമ്പർ 2000. നമ്പർ. ഓക്കെ. പിന്നെ 5 വർഷത്തേക്ക് 2030 വരെ പേപ്പേഴ്സ് എല്ലാം പുതിയ ജസ്റ്റ് എടുത്തിട്ടുള്ളൂ. പുതിയ ഇൻഷുറൻസും 1 മാസമായിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളൂ. നല്ല അടിപൊളി നമ്പറുണ്ട്. 5 വർഷത്തെ പുതിയ പേപ്പറുണ്ട്. ഓട്ടോമാറ്റിക് ഇതിൽ വില കുറവാണ്. കൂടുതലും മാനുവൽ. അപ്പുറത്തുള്ള മാനുവൽ വണ്ടിയാണ്. മോഡിഫൈ ചെയ്യാനും അതേപോലെ തന്നെ പെർഫോമൻസിനും എല്ലാത്തിനും പറ്റിയൊരു സെഡാൻ കാറ്റഗറിയാണ് സിവിക് എന്ന് പറയുന്നത്. മേജർ ആക്സിഡന്റ് ക്ലെയിം എല്ലാം ഒറിജിനൽ. ഒരു മാറ്റമില്ല അല്ലേ? ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 3,50,000 ഫൈനൽ റേറ്റ്. 3,00,000-ന് 2030 വരെ പേപ്പറുള്ള ഓട്ടോമാറ്റിക് സിവിക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓപ്ഷൻ വണ്ടി. വേറെ ഒന്നുണ്ട് അല്ലേ? അത് മാനുവലാണ്. അത് NOC കൊടുക്കാൻ പറ്റും. NOC 11 ഓക്കെ, 11 വണ്ടി. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ
ഈ തിരുവനന്തപുരം ഇവിടെ കാണിച്ച ഷോറൂമിൽ കാണിച്ച വണ്ടികൾ മാത്രമല്ല മലപ്പുറത്ത് വേറെ മലപ്പുറത്ത് ഇതേ സ്റ്റോക്ക് ഇത്രയും എണ്ണം മലപ്പുറത്ത് നമുക്കുണ്ട്. മലപ്പുറത്ത് സെയിം ഓൾമോസ്റ്റ് സെയിം ടൈപ്പ് വണ്ടികൾ തന്നെയാണ് അവിടെ. രണ്ടും ഒരേപോലെ വണ്ടികൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ലൊക്കേഷനാണ് ഒന്ന് കമൻറ്റ് ചെയ്യാതെ കമൻറ്റിൽ രേഖപ്പെടുത്തും. ഞങ്ങൾ തിരുവനന്തപുരം ഏതാ ജില്ല, നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ജില്ല ഏതാണെന്നൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. ആരാണ് മുന്നിട്ടിരിക്കുന്നത് ഞാൻ നോക്കട്ടെ. തിരുവനന്തപുരംകാരുണ്ടെന്ന് നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻസിലേക്ക് പോരട്ടെ, കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ഏത് വണ്ടി വേണമെന്നില്ല, ഇവിടെ ഇവിടെ വിളിക്കാം. മലപ്പുറം ആണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാലും മലപ്പുറത്ത് അറേഞ്ച് ചെയ്താൽ ഓക്കെ, എല്ലാം നിങ്ങളെ നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടുക. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, മറന്നുകൊണ്ടാ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി, ബൈ.